ഹായ് ഓൾ, CBT എക്സാമിനേഷൻ എങ്ങനെ ബുക്ക് ചെയ്യാന്നുള്ള ഒരു ക്വിക്ക് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ഫോണോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ നമ്മുടെ CBT എക്സാമിനേഷൻ നമുക്ക് തന്നെ ബുക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ ഫോറിൻ വെരിഫിക്കേഷൻ കഴിയുമ്പം എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ അവിടെ ടിക്ക് വീഴുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ നേരെ അപ്ലൈ നൗ എന്നുള്ളൊരു ഐക്കണും വന്നിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം പിയേഴ്സൺ വ്യൂവിൽ നിന്ന് നമുക്കൊരു ഇൻവിറ്റേഷൻ, CBT എക്സാമിനുള്ള ഇൻവിറ്റേഷൻ മെയിൽ വരും. ആ മെയിലിൻ്റെ കൂടെ ഒരു പാസ്വേഡും ID-യും പിന്നെ ഒരു പിയേഴ്സൺ വ്യൂവിലേക്കുള്ള ലിങ്കും ഉണ്ടായിരിക്കും. ജിമെയിലിൽ പോയിട്ട് ആ മെയിലിൽ ഓപ്പൺ ചെയ്ത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പിയേഴ്സൺ വ്യൂവിൻ്റെ സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. പിയേഴ്സൺ വ്യൂവിൻ്റെ സൈറ്റിൽ ടേക്ക് എ ടെസ്റ്റ് എന്ന് മേളിലൊരു ഐക്കൺ കാണും. അവിടെ ടേക്ക് എ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഒരു സെർച്ച് ബാറുണ്ട്. അവിടെ NMC എന്ന് ടൈപ്പ് ചെയ്യുക. NMC എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന് വരും. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് എക്സാം ബുക്ക് ചെയ്യുന്ന പേജിലേക്കാണ് വരുന്നത്. അവിടെ വന്ന് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ ഇൻ വരും. അവിടെ നമ്മുടെ ടെമ്പററി ആയിട്ടുള്ള പാസ്വേഡും ID-യും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കും. നമ്മളതൊക്കെ വായിച്ച് നോക്കുക. കറക്റ്റായിട്ട് വായിച്ച് നോക്കിയ ശേഷം എല്ലാം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു ടെമ്പററി പാസ്വേഡാണ്. സോ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള അതാണ് വരുന്നത്. അവിടെ ടൈപ്പ് ചെയ്ത് പുതിയ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻ കേസ് പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുതിയ പാസ്വേഡും ലോഗിൻ ID-യും വെച്ച് വീണ്ടും സൈൻ ഇൻ ചെയ്യുക. അവിടെ വ്യൂ എക്സാംസ് എന്നൊരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ വ്യൂ എക്സാംസ് ഫോർ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഓൾ പാത്വേസ് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ടെസ്റ്റ് ഓഫ് കോമ്പിറ്റൻസി 2021 ഫോർ നഴ്സിംഗ് അത് വരും. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് നഴ്സിംഗ് അഡൽട്ട് നഴ്സസിനുള്ളതുണ്ട്, പീഡിയാട്രിക് നഴ്സസിനുള്ളത്, ചൈൽഡ് നഴ്സസ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അഡൽട്ട് നഴ്സസ് ആണ്. സോ അഡൽട്ട് നഴ്സിങ്ങിൻ്റെയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അഡൽട്ട് നഴ്സിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ അഡൽട്ട് നഴ്സിംഗ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പാർട്ട് എയും പാർട്ട് ബിയും സെലക്ട് ചെയ്യുക. ഇൻ കേസ് നമ്മൾ ഒരു വട്ടം ഓൾറെഡി അറ്റൻഡ് ചെയ്തു, നമുക്ക് പാർട്ട് എ കിട്ടിയായിരുന്നു, പാർട്ട് ബി മാത്രം ഫെയിലായി പോയവർ എക്സാം റീഷെഡ്യൂൾ ചെയ്യുമ്പം ഈ ഒരു പോർഷൻ എത്തുമ്പോൾ പാർട്ട് ബി മാത്രം സെലക്ട് ചെയ്താൽ മതിയാകും. അത് സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ നമ്മളുടെ എക്സാമിന് വേണ്ടുന്നുള്ള അഡ്മിഷൻ പോളിസി, എക്സാമിൻ്റെ ക്യാൻസലേഷൻ പോളിസി, അഡീഷണൽ ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം എഗ്രി ചെയ്യുക. എഗ്രി ചെയ്ത് കഴിയുമ്പം നമ്മുടെ അഡ്രസ്സ് അനുസരിച്ച് നിയറസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സെൻറ്റേഴ്സ് ഇവിടെ ഷോ ആവും. ടെസ്റ്റ് സെൻറ്റേഴ്സ് നോക്കുക. നമ്മുടെ അഡ്രസ്സ് അനുസരിച്ച് നിയറസ്റ്റ് ആയിട്ടുള്ള വേറെ സെൻറ്റേഴ്സും കാണിക്കും. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക. ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പം അപ്പോയിൻമെൻറ്റിൻ്റെ ടൈം കാണിക്കും. ആ ടൈം ഓക്കെ ആണെങ്കിൽ നമ്മളവിടെ താഴെ ബുക്ക് ദിസ് അപ്പോയിൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഏതൊക്കെ എക്സാംസാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. പാർട്ട് എ, പാർട്ട് ബി, ലാംഗ്വേജ് ഇംഗ്ലീഷ്, ലെങ്ത് 200 മിനിറ്റ്സ്, പിന്നെ നമ്മുടെ ലൊക്കേഷൻ എല്ലാം കാണിക്കുന്നൊരു പേജാണ് വരുന്നത്. അവിടെ നിന്ന് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് 83 ബ്രിട്ടീഷ് പൗണ്ട്സ് ആണ് പേയ്മെൻറ്റ് വരുന്നത്. പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വിസ കാർഡ്, മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ് കാർഡാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കാർഡ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി കാർഡ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അഡ്രസ്, ലൊക്കേഷൻ എല്ലാം ഉള്ള ഒരു പേജിലേക്കാണ് വരുന്നത്. അതെല്ലാം ഒന്ന് വായിച്ച് നോക്കി ഓക്കെ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എഗ്രി ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ നമ്മുടെ പേയ്മെൻറ്റിനുള്ളതാണ്. ഇവിടെ നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൊടുത്ത് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. വൺസ് നമ്മൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു കൺഫർമേഷൻ പേജും വീണ്ടും ഒരു മെയിലും കിട്ടും. നമ്മുടെ മെയിൽ ID-യിലേക്ക് കൺഫേംഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉൾക്കൊള്ളിച്ചുള്ളൊരു മെയിലും ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ CBT എക്സാം ബുക്കിംഗ് പ്രോസസ്സ്.
വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നേഴ്സിംഗ് ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. സോ നെക്സ്റ്റ് ടൈം വീഡിയോയിലൂടെ കാണാം. ബൈ.